ഏവർക്കും ലെറ്റ്സ് ടോക്ക് വിത്ത് ശരത് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ഭാഗത്തിലേക്ക് സ്വാഗതം. പതിവ് പോലെ തന്നെ ഒരു കഥയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കഥ ആരംഭിക്കുന്നത് ചിത്രപുരം എന്ന് പറയുന്ന ഒരു രാജ്യത്താണ്. അവിടുത്തെ രാജാവിൻ്റെ പേര് ചിത്രഗുപ്തൻ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഏറ്റവും ധർമ്മിഷ്ഠനായ രാജാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരിക്കലൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു പരീക്ഷണം നടത്തണമെന്ന് തീരുമാനിച്ചു. തൻ്റെ രാജ്യത്തെ പ്രജകളിൽ ഏറ്റവും ധർമ്മിഷ്ഠൻ അല്ലെങ്കിൽ ഏറ്റവും നല്ലവനായ ഒരു പ്രജ ആരെന്ന് കണ്ടെത്താൻ അദ്ദേഹം തീരുമാനിച്ചു. വളരെ നിസ്സാരമായ ഒരു പരീക്ഷണമാണ് അദ്ദേഹം നടത്തിയത്. ഒന്നുമില്ല, കമ്പോളത്തിലേക്കുള്ള പൊതുവഴിയിൽ ഒരു വലിയ കല്ലെടുത്ത് അദ്ദേഹം സ്ഥാപിച്ചു. അല്പം എടുത്ത് മാറ്റാൻ ബുദ്ധിമുട്ടുള്ളൊരു കല്ല് എന്ത് ചെയ്തു, കമ്പോളത്തിലേക്കുള്ള പ്രധാന പാതയുടെ നടുവിലായി എന്ത് ചെയ്തു, അദ്ദേഹം വെച്ചു. എന്നിട്ട് മാറി നിന്ന് നിരീക്ഷിക്കുകയാണ്. പലരും അതുവഴി വരുന്നുണ്ട്. രാജാവ് ഈ കല്ലെടുത്ത് വെച്ചതിനെ തുടർന്ന് പലരും പറയുകയാണ്, എന്താണ് ഈ പ്രവൃത്തിയല്ലേ, വെറുതെ കല്ലെടുത്ത് വെച്ച് റോഡിന് നടുക്ക് വെച്ചിരിക്കുകയാണ്. പലരും രാജാവിനെ കുറ്റം പറയുകയും അതുവഴി കടന്നു പോവുകയും ചെയ്തു. ചിലർ എന്ത് ചെയ്തു, കല്ലിൻ്റെ മുകളിൽ കൂടി നടന്നു പോയവരുണ്ട്, കല്ലിൻ്റെ ഇരുവശത്തോടുകൂടി മാറി നടന്നു പോയവരുണ്ട്. അങ്ങനെ ഒരുപാട് പേരാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കെ ഒരു വൃദ്ധൻ, അദ്ദേഹം കമ്പോളത്തിലേക്ക് സാധനങ്ങൾ വിൽക്കുവാനായാണ് വന്നത്. വഴിയിൽ ഇരിക്കുന്ന ആ കല്ല് കണ്ടിട്ട് അദ്ദേഹം തൻ്റെ സാധനങ്ങളെല്ലാം ഒരു മൂലയിലേക്ക് മാറ്റിവെച്ചതിന് ശേഷം ഒത്തിരി കഷ്ടപ്പെട്ട് ആ കല്ല് നീക്കി എന്ത് ചെയ്തു, റോഡിൻ്റെ അരികിലേക്ക് മാറ്റിവെച്ചു. ആ കഷ്ടപ്പാടിന് ശേഷം അദ്ദേഹം തൻ്റെ സാധനങ്ങളെടുത്ത് മുന്നോട്ട് പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മുന്നിലേക്ക് ഒരു കിഴി വന്ന് വീഴുകയാണ്. കിഴി തുറന്നു നോക്കി അദ്ദേഹത്തിന് അതിൻ്റെ അകത്തൊരു കത്ത് ലഭിക്കുകയുണ്ടായി. കത്തിൽ ഇങ്ങനെയായിരുന്നു: നല്ലവനായ നിനക്ക് ഞാൻ നൽകുന്ന സമ്മാനമാണ് ഈ കിഴിയിലുള്ളത്. റോഡിലുണ്ടായിരുന്ന കല്ല് പാതയെ വളരെയധികം ആഴ്ത്തിയിരുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കിയ പലരും അതെടുത്ത് മാറ്റുവാൻ ശ്രമിച്ചില്ല. എന്നാൽ നീ നല്ലവനായതുകൊണ്ട് തന്നെയാണ് നിന്റെ പ്രവൃത്തിയിൽ ആ നന്മ എനിക്ക് കാണുവാൻ സാധിച്ചത്. നിന്റെ പ്രവൃത്തി എന്നും നല്ല പാതയിലേക്ക് തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടായിരുന്നു ആ കത്ത്. പലപ്പോഴും പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകാൻ നമുക്ക് ഭയമാണ്. നമ്മൾ എന്ത് ചെയ്യും, ഒഴിഞ്ഞു മാറിയാണ് പോകുന്നത്, അല്ലേ? നമ്മൾ അത്തരം പ്രതിസന്ധികളെ ഫേസ് ചെയ്യാൻ പഠിച്ചാൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് മറ്റൊരു സുവർണ അവസരമായിരിക്കും, അല്ലേ? നമുക്ക് വരുന്ന ഓരോ അവസരവും നമ്മൾ എന്ത് ചെയ്യും, അത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നമ്മൾ മാറിപ്പോകാനാണ് ശ്രമിക്കുന്നത് പലപ്പോഴും. എന്നാൽ ആ അവസരങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് അതിൽ വിജയിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് വേണ്ടി കടന്നു വരുന്നത് വൻ വിജയങ്ങളായിരിക്കും. അപ്പോൾ അത്തരം സുവർണാവസരങ്ങൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും വരും. ലെറ്റ്സ് ടോക്ക് വിത്ത് ശരത്. ബൈ ബൈ.